അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 50 ആണ്ട് തികയുമ്പോഴും അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുകൾ തെളിയുന്ന മുഖമാണ് കാലിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന പി രാജൻ്റേത്. പോലീസ് അറസ്റ്റ് ചെയ്ത കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നൊമ്പരമാണ്. തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശവുമായി കേരളം മുഴുവൻ ഓടി നടന്ന പി രാജൻ്റെ പിതാവ് പ്രൊഫസർ ഈശ്വരവാര്യരുടെ അലച്ചിൽ കേരളത്തിൻ്റെ ആകെ വേദനയായി. ഒരുപക്ഷെ സി അച്യുതമേനോൻ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഏടുകൂടിയായി അത്. മാത്രമല്ല കെ കരുണാകരൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മധുസൂദനും അതുപോലെ ഈ ജയറാം പടിക്കലും ഈ രണ്ട് പോലീസ് ഓഫീസേഴ്സ് അദ്ദേഹത്തോട് കള്ളം പറഞ്ഞു, രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് കെ കരുണാകരൻ ലോകത്തോടായി പറഞ്ഞു പി രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നീട് രാജനെ ഉരുട്ടി കൊലപ്പെടുത്തി എന്നത് രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണമായി. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോഴത്തെ NIT ക്യാമ്പസ്. ഈ കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു പി രാജൻ വാര്യർ. ഉയർന്ന കലാ സാംസ്കാരിക ബോധമുള്ള വിദ്യാർത്ഥി. പാടിയും പറഞ്ഞും തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. 1976 ഫെബ്രുവരിയിൽ നക്സലൈറ്റുകൾ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 4 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അടിയന്തരാവസ്ഥ കാലത്തെ ഈ ആക്രമണം സർക്കാർ ഗുരുതര വീഴ്ചയായി കാണുകയും അന്വേഷണത്തിന് DIG ജയറാം പടിക്കലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന വേട്ടയാടലിലാണ് രാജൻ പിടിയിലായത്. ഫറൂഖ് കോളേജിലെ ഒരു പരിപാടി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ രാജനെ നക്സലൈറ്റ് ബന്ധം ആരോപിച്ച് 1976 മാർച്ച് 1 പോലീസ് പിടിച്ചുകൊണ്ടുപോയി. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ കക്കയത്തെ പോലീസ് ക്യാമ്പിലേക്കാണ് രാജനെ കൊണ്ടുവന്നത്. പിന്നീട് രാജന് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞത് ഏറെ വൈകിയാണ്. ആ കാലത്ത് തൊഴിലാളി സമരത്തിന്റെ പേരിൽ ജയിലിലായിരുന്ന മുക്കം മുഹമ്മദ് ആ ഓർമ്മകൾ പങ്കുവെക്കുന്നു. RECയിലെ രാജൻ ഒരു ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മെറിറ്റ് സ്ഥാനത്ത് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. നന്നായി പഠിക്കുകയും ചെയ്യും. കലാപരമായി വളരെയധികം മുന്നോട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഏതൊരു കലോത്സവത്തിന് രാജൻ ഒരു പാട്ടുപാടി എന്നതിൻ്റെ പേരിലാണ് രാജനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് വാർത്ത കേൾക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി എന്ന് കേട്ടു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊരു യാതൊരു വിവരവും ഇത്രയും കാലമായി നമുക്ക് ലഭിച്ചില്ല. രാജൻ അച്ഛനാണെങ്കിൽ പ്രൊഫസർ ഈശ്വരവാര്യർ അറിയപ്പെടുന്ന ഒരു വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്യുതമേനോന്റെയും കരുണാകരൻ്റെയും ആത്മസുഹൃത്തുമായിരുന്നു. നിരന്തരമായി അദ്ദേഹം തൻ്റെ മകനെ ഓർത്ത് എത്രയോ കാലങ്ങൾ അലഞ്ഞു നടന്നിട്ടുണ്ട്. ക്രൂരമർദ്ദനത്തിന്റെ പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ക്യാമ്പ് കെട്ടിടം പിന്നീട് ഇടിച്ചു നിരത്തി. ഇപ്പോൾ KSEBയുടെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥലം. പവർ ഹൗസിനോട് ചേർന്ന ഇവിടെ ശേഷിപ്പുകൾ ഒന്നുമില്ല. എന്നാൽ കക്കയം ടൗണിൽ ഇങ്ങനെ തലയെടുപ്പുള്ള ഒരു പ്രതിമ കാണാം. രാജന്റെ അടയാളപ്പെടുത്തലായി. രാജന്റെ ഓർമ്മകളുമായി NIT ക്യാമ്പസിൽ എല്ലാ വർഷവും രാഗം ഫെസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട്. രാഗം ഫെസ്റ്റിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ അതുപോലെ NIT പോലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ പഠിപ്പിക്കാനുള്ള ഒരു അവസരവും അതേപോലെ തന്നെ മറ്റു പ്രൊഫഷണൽ ടീമിനെയും വെച്ചിട്ടുള്ള കലാപരിപാടികളാണ് കാര്യമായിട്ട് ആ രാഗം ഫെസ്റ്റിൽ ഉണ്ടാകാറുള്ളത്. നടക്കുന്ന ഓർമ്മകൾ അരനൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ രാജനെ തേടിയുള്ള പിതാവ് പ്രൊഫസർ ഈശ്വരവാര്യരുടെ നിയമ പോരാട്ടത്തിന്റെ കഥ കരളലിയിക്കുന്നതാണ്. ശേഷക്രിയ ചെയ്യാൻ മകന്റെ മൃതദേഹമെങ്കിലും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈശ്വരവാര്യരുടെ നിയമ പോരാട്ടം. സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും രാജന്റെ മൃതദേഹം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിന്റെ കണ്ണീർ തോരുന്നുമില്ല. കോഴിക്കോട് നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഈ ഉരുട്ടി കൊലപാതകത്തിന് കേൾവികേട്ട കുപ്രസിദ്ധരായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് ഉണ്ടായിരുന്നു. ഈശ്വരവാര്യരുടെ മകന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുമ്പോൾ കരുണാകരനെ തെറ്റിദ്ധരിപ്പിച്ച ജയറാം പടിക്കലും ഒക്കെ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ ഒരുപക്ഷെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ പോലീസ് ഓഫീസേഴ്സായി മാറി. വളരെ ഒരുപക്ഷെ അന്വേഷണത്തിന് വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നൊരു പോലീസ് ഓഫീസർ കൂടിയായിരുന്ന ജയറാം പടിക്കൽ കെ കരുണാകരൻ്റെ പിൻബലത്തിൽ ഒരുപാട് അധികാര ദുർവിനിയോഗം നടത്തിയെന്നത് ചരിത്ര വസ്തുതയാണ്. ഒരുപാട് പേരെ ഉരുട്ടി എന്നുള്ള ആരോപണത്തിന് വിധേയനായി പുലിക്കോടൻ നാരായണൻ. അപ്പോൾ ഈ പുലിക്കോടൻ നാരായണൻ എന്ന് കേട്ടാൽ തന്നെ ആളുകൾ ഭയക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു സമയത്ത് ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ പരിപാടിയിൽ ഈ രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തമ്മിൽ ഞാൻ ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിൽ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് ഈ കോളേജിൽ ഒരു ഗായകൻ കൂടിയായിരുന്നു പി രാജൻ, കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ ഈ രാജൻ്റെ ഒരു ഓഡിയോ ഈ കോളേജിലെ ഏതൊരു വിദ്യാർത്ഥിയിൽ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. അപ്പോൾ അതിലെ ഒരു 4-5 വരി അന്ന് പ്രേക്ഷകരെ കേൾപ്പിച്ചു കൊടുത്തു. ഒരു നടുക്കത്തോടെ മാത്രമേ അന്ന് രാജൻ്റെ ഈ ആലാപനം ആളുകൾ കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതാണ് ഏത് കക്കയം പോലുള്ള ഏതെങ്കിലും
ഒരു പോലീസ് തടവറയിലോ ക്യാമ്പിലോ വെച്ച് രാജൻ ഉരുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് അറിയുമ്പോഴും എവിടെയാണ് രാജൻ്റെ മരണം സംഭവിച്ചത്, എവിടെയാണ് ഈ ശവം മൃതദേഹം അവർ ഒളിപ്പിച്ചത് എന്നൊന്നും ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അത് ദുരൂഹമായി തുടരുകയാണ്. രാജനെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. കാരണം അത്രയും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പി രാജൻ. കോളേജിൽ അറിയപ്പെട്ടൊരു നേതാവ് കൂടിയായിരുന്നു രാജനെന്ന് അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഈ നമ്മൾ തമ്മിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.